ഹലോ ഫ്രണ്ട്സ്, PSC മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിന്റെ 4ാമത്തെ മോക്ക് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ചാനലിൽ 3 മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർ അതുകൂടി അറ്റൻഡ് ചെയ്തിട്ട് 4ാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് വരിക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് താഴെ പറയുന്നതിൽ ഏതാണെന്നുള്ളത്. ഓപ്ഷൻസ്: ഷ്വാൻ സെല്ലുകൾ, സാർക്കോമിയർ, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ, കഫർ സെല്ലുകൾ. അപ്പോൾ മസ്തിഷ്കത്തെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഈ താഴെ പറയുന്നതിൽ ഏത്. ഇത് 10ാം ക്ലാസ്സിലെ SCERT 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് 2019 കേരള PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിതിന്റെ ആൻസർ നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. അപ്പം ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതാണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു: യൂറിയ, ജലം, യൂറിക് ആസിഡ്, അമോണിയ. യൂറിക് ആസിഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു എന്താണ്? യൂറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ: പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ്: ഫാസിക്കിൾ, മയോ ഫൈബ്രിൻ, സാർക്കോമിയർ, ആക്റ്റിൻ. ഇത് PSCയുടെ സെയിം ഓപ്ഷൻസ് ആണ്. സാർക്കോമിയർ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് ആണ് സാർക്കോമിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻസ്: ഫെർമി, വെബർ, ആങ്സ്ട്രോം, ന്യൂട്ടൺ. ഇതിൽ ഏതാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഫെർമി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമി ആണ്. അടുത്ത ചോദ്യം: ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഹൈഡ്രജൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഹൈഡ്രജൻ ആണ് ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോ 6ാമത്തെ ചോദ്യം ഇതാണ്. മേച്ചിൽ പുല്ല് സമരം നടന്ന ജില്ല. താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് മേച്ചിൽ പുല്ല് സമരം നടന്നത്? കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കൊല്ലം. ഇതിൽ ഏത് ജില്ലയിലാണ് മേച്ചിൽ പുല്ല് സമരം നടന്നത്? കണ്ണൂരാണ് ശരിയായിട്ടുള്ള ആൻസർ. കണ്ണൂർ ജില്ലയിലാണ് മേച്ചിൽ പുല്ല് സമരം നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് PK കുഞ്ഞാക്കമ്മയാണ്. ഇത് 2019 ഒരു കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 3ാമത്തെ മോക്ക് ടെസ്റ്റിൽ ഒരു കറക്ഷൻ ക്വസ്റ്റ്യൻ പറയാനുണ്ട്. അതായത് 3ാമത്തെ മോക്ക് ടെസ്റ്റിൽ 10ാമത്തെ ചോദ്യം പശ്ചിമ തീര സമതലത്തിന്റെ തെക്കു ഭാഗം എന്തെന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ആൻസർ എന്ന് പറയുന്നത് കൊങ്കൺ തീരം എന്നാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മലബാർ തീരമാണ്. അപ്പൊ ഞാൻ പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം എന്ന് ഓർത്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. അതുകൊണ്ടാണത് കൊങ്കൺ തീരം എന്ന് ആയിപ്പോയത്. അപ്പൊ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് മലബാർ തീരം എന്ന് പഠിക്കണം. അപ്പൊ ഞാനത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായി ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ തീര സമതലങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ് എന്നിങ്ങനെ തരംതിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഈ തീര സമതലം അല്ലെങ്കിൽ കോസ്റ്റൽ പ്ലെയിനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് പശ്ചിമ തീര സമതലവും
അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും അതുപോലെ തന്നെ പൂർവ്വതീര സമതലം അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്നുമുള്ള ക്ലാസിഫിക്കേഷൻ. അതില് പശ്ചിമ തീര സമതലത്തെ പ്രധാനമായും 3ആയി തിരിക്കുന്നു. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം ഇങ്ങനെ. അപ്പൊ ഗുജറാത്ത് തീരം എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഗുജറാത്ത് തീരം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ദാമൻ വരെയുള്ള ഏരിയ ആണ് ഗുജറാത്ത് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ദാമൻ മുതൽ ഗോവ വരെയുള്ള പശ്ചിമതീര ഭാഗമാണ് കൊങ്കൺ തീരം. ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ് മലബാർ തീരം. അപ്പം മുകൾ ഭാഗം ഉത്തരഭാഗം ഗുജറാത്തും സെന്ററിൽ കൊങ്കൺ തീരവും താഴെ വരുന്ന ഭാഗം ഗോവ മുതൽ കന്യാകുമാരി വരെ വരുന്ന പശ്ചിമ തീരം മലബാർ തീരവുമാണ്. അപ്പൊ ഈ മലബാർ തീരം നമ്മുടെ കേരള കോസ്റ്റ് മലബാർ തീരത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ നമ്മുടെ അത് ഈസ്റ്റേൺ ഭാഗത്ത്, ഇനി അത് വെസ്റ്റേൺ ഭാഗത്ത് വരുന്നതാണ്. ഇനി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വരുന്നത് ഏതാണ്? കോറമാണ്ടൽ. അതിനെ എന്താണ് വടക്കൻ തീരമെന്നും കോറമാണ്ടൽ തീരമെന്നും വീണ്ടും രണ്ടായി തിരിക്കുന്നു. കന്യാകുമാരി മുതൽ കൃഷ്ണനദിയുടെ വരുന്ന ഭാഗമാണ് കോറമാണ്ടൽ തീരം എന്ന് പറയുന്നത്. ഈ പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇനി മറക്കരുത്. പശ്ചിമ തീര സമതലത്തിന്റെ ടോപ്പ് ഗുജറാത്ത്, മിഡിൽ കൊങ്കൺ തീരം, സൗതേൺ പോർഷൻ ആണ് മലബാർ തീരം. ഓക്കെ, അപ്പൊ നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ സംഘടിത കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ, അയ്യങ്കാളി, AK ഗോപാലൻ, പൊയ്കയിൽ യോഹന്നാൻ. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി. അടുത്ത ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. വള്ളത്തോൾ, കുമാരനാശാൻ, ONV, വയലാർ, രാമവർമ്മ. കുമാരനാശാനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. അടുത്ത ചോദ്യം നോക്കാം. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഇത് കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വനിത. ആര്യ പള്ളം, PC കാർത്യായനി അമ്മ, പാർവതി മനഴി, PK കുഞ്ഞാക്കമ്മ. PC കാർത്യായനി അമ്മയാണ് ശരിയായിട്ടുള്ള ആൻസർ. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ PC കാർത്യായനി അമ്മ. അപ്പൊ ആര്യാപ്പള്ളം ആരാണ്? ആര്യാപ്പള്ളം പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ച് വനിതാ ജാഥ നയിച്ച വനിതയാണ് ആര്യാപ്പള്ളം. അതുപോലെ തന്നെ കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിതയും ആര്യാപ്പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനം. പാർവതി മനഴി നമ്പൂതിരി സമുദായത്തിലെ ഘോഷ, മുറജപം തുടങ്ങിയ ആചാരങ്ങളെ നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച വനിതയാണ് പാർവതി മനഴി. ഓക്കെ, PK കുഞ്ഞാക്കമ്മ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണൂരിലെ മേച്ചിൽപുൽ സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് PK കുഞ്ഞാക്കമ്മ. നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി. വാഗ്ഭടാനന്ദനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വാഗ്ഭടാനന്ദനാണ് ഈ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 21 വയസ്സ്. 25 വയസ്സാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്സഭാ മെമ്പർ ആണ്. അപ്പൊ ലോക്സഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 30 വയസ്സ് എന്താണ്? രാജ്യസഭ മെമ്പർ ആകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. ഇന്ത്യൻ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ 35 വയസ്സാണ് കുറഞ്ഞ പ്രായം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അതായത് എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ ബോഡിയിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം? ആസൂത്രണം, ക്രമസമാധാനം, പൗരത്വം, ജലസംരക്ഷണം. ശരിയായിട്ടുള്ള ആൻസർ ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് ആണ്. അപ്പൊ എന്താണ് ഈ ലിസ്റ്റുകൾ? 3 ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ എന്താണ്? ഈ യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് ഡിസിഷൻ എടുക്കാനുള്ള പവർ. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിലോ, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകൾക്ക് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. എങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ഡിസിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസിൽ ഡിസിഷൻ എടുക്കാൻ ആർക്കാണ് ഉള്ളത്, അധികാരമുള്ളതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സൈക്കിയ കമ്മിറ്റി, ഷഹീദ് റാസ കമ്മിറ്റി, സാപ്രു കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റി. ശരിയായിട്ടുള്ള ആൻസർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകാതെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ സൈക്കിയ കമ്മിറ്റി എന്താണ്? 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സൈക്കിയ കമ്മിറ്റി. അതുപോലെ തന്നെ സാപ്രു കമ്മിറ്റി എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയുടെ ഭാഗമാക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് സാപ്രു കമ്മിറ്റി. അപ്പോൾ ഇതെല്ലാം തന്നെ വ്യക്തമായി പഠിക്കുക. അടുത്ത ചോദ്യം. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? 52 സെക്കൻഡ്, 65 സെക്കൻഡ്, 53 സെക്കൻഡ്, ഇവയൊന്നുമല്ല. 65 സെക്കൻഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ജനഗണമനയല്ല ചോദിച്ചത്, വന്ദേ മാതരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഈ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2013, 2014, 2010, 2012. 2012 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 2020 എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ആരാണ്? പി സക്കറിയ, കെ സച്ചിദാനന്ദൻ, എം മുകുന്ദൻ, ആനന്ദ്. ഈ പറയുന്ന 4 പേരും എഴുത്തച്ഛൻ അവാർഡ് ജേതാക്കളാണ്. അപ്പൊ ഇതിൽ വർഷം തിരിഞ്ഞു പോവാതെ പഠിക്കുക. ശരിയായിട്ടുള്ള ആൻസർ പി സക്കറിയ അല്ലെങ്കിൽ പോൾ സക്കറിയ ആണ് 2020 എഴുത്തച്ഛൻ അവാർഡ് ജേതാവ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ഉള്ളവരെ ഏതൊക്കെയാണെന്ന് നോക്കാം. 2019 കിട്ടിയത് ആനന്ദ് അല്ലെങ്കിൽ പി സച്ചിദാനന്ദനാണ്. 2019 എഴുത്തച്ഛൻ അവാർഡ് പി സച്ചിദാനന്ദനാണ് ലഭിച്ചത്. 2018 എം മുകുന്ദനും എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുകയുണ്ടായി. കെ സച്ചിദാനന്ദന് 2017 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ്. അപ്പോൾ അവാർഡുകളെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കണ്ട് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രം ഏതാണ്? പുനർജ്യോതി, സ്നേഹക്കൂട്, ജീവനി, സീതാലയം. ശരിയായിട്ടുള്ള ആൻസർ പുനർജ്യോതി. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെയാണ്? ഇപ്പൊ റീസെന്റ് ആയിട്ട് കേരളത്തിൽ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി. അത് എവിടെയെന്നാണ് ചോദ്യം. കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? അരവിന്ദ് സക്സേന,
സുജാത ചതുർവേദി, പ്രദീപ് കുമാർ ജോഷി, ചന്ദ്രമൗലി പ്രസാദ്. ശരിയായിട്ടുള്ള ആൻസർ പ്രദീപ് കുമാർ ജോഷിയാണ്. അപ്പൊ ഇപ്പോഴത്തെ UPSC ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിയാണ്. അരവിന്ദ് സക്സേന പഴയ മുൻ ചെയർമാൻ UPSC ചെയർമാൻ ആയിരുന്നു. സുജാത ചതുർവേദി എന്ന് പറയുന്നത് SSCയുടെ ചെയർപേഴ്സൺ ആണ് ഇപ്പോഴത്തെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം. ലെറ്റേഴ്സ് ടു മദർ എന്ന ബുക്കിന്റെ രചയിതാവ് ആര്? നിർമ്മല സീതാരാമൻ, രവിശങ്കർ പ്രസാദ്, നരേന്ദ്രമോദി, ശശി തരൂർ. നരേന്ദ്രമോദിയാണ് ലെറ്റേഴ്സ് ടു മദർ എന്ന ബുക്കിന്റെ രചയിതാവ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയ നരേന്ദ്രമോദിയാണ് ലെറ്റേഴ്സ് ടു മദർ എന്ന ബുക്ക് രചിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം. മംഗൾ പാണ്ഡെ ആരാണ്? നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. അദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. 1858 ഏപ്രിൽ 8, 1858 ഏപ്രിൽ 5, 1857 ഏപ്രിൽ 5, 1857 ഏപ്രിൽ 8. ഏപ്രിൽ 8 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ. ശരിയായിട്ടുള്ള ആൻസർ ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ അംബേദ്കർ ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 1864 സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഹെൻറി ഓൾക്കോട്ട്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ. ശരിയായിട്ടുള്ള ആൻസർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അപ്പോൾ 1864 സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? നാണ്യവിളയാണ് ചോദിച്ചിരിക്കുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള. ചണം, പരുത്തി, കരിമ്പ്, ഗോതമ്പ്. കരിമ്പാണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1938, 1952, 1947, 1926. ശരിയായിട്ടുള്ള ആൻസർ 1947 ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947 ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ വീണ്ടും കാണാം. Thank you.